വെൽക്കം ബാക്ക് ടു സാഗ് വ്ലോഗ്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം സാഗുട്ടൻ. അപ്പൊ യെസ്, ആഫ്റ്റർ എ ലോങ് ടൈം വി ആർ ബാക്ക് വിത്ത് ദിസ് ഇൻട്രോ. അപ്പൊ സത്യം പറയാൻ നമ്മൾ കുറെ കാലത്തിന് ശേഷമാണ് ഈ ഇൻട്രോ പറയണത്. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് നമ്മൾ കാസ്ട്രോ മസീദൊക്കെ ആയിട്ട് ഗോവയിൽ പോയപ്പോൾ അവിടെ വെച്ചെങ്ങാണ്ടാണ് ലാസ്റ്റ് ഈ ഇൻട്രോ പറഞ്ഞത് തോന്നുന്നു. ആൻഡ് പിന്നെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ കേവിയുടെ പിള്ളേരെല്ലാം വരുന്നുണ്ട്. അപ്പോൾ അവരായിട്ടൊരു 1 day ട്രിപ്പ് അല്ലെങ്കിൽ ഒരു മീറ്റപ്പ് എന്ന് പറയാം. ആക്ച്വലി നമ്മളെ കഴിഞ്ഞ മീറ്റപ്പിന് റാസ്പ്രോനൊന്നും വരാൻ പറ്റില്ല, കാരണം പുറത്താണ്. അപ്പോൾ റാസ്പ്രോ ഒക്കെ നാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കൂടാന്ന് കഴിഞ്ഞ വട്ടം പറയാനോ. ആൻഡ് യെസ്, ഇന്നാണ് ആ ഡേ. അപ്പോൾ തൃശ്ശൂർ വെച്ചാണ് മീറ്റപ്പ്. അപ്പോൾ നമുക്ക് ഇറങ്ങിയാൽ മതി. ആൻഡ് ആസ് യൂഷ്വൽ നമ്മൾ കാസ്ട്രോനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇപ്പോൾ സമയം 8:15 8 ആവുമ്പോൾ എന്നെ പിക്ക് ചെയ്യാന്നാണ് കാസ്ട്രോ പറഞ്ഞേക്കണത്. ആൻഡ് 15 മിനിറ്റ് കൂടി. യെസ്, കുഴപ്പമില്ല. ഞാൻ നേരത്തെ നീച്ചെല്ലാം ഫുൾ സെറ്റായി ഒരുങ്ങി പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു, എല്ലാം സെറ്റായി നിൽക്കുകയാണ്. അപ്പോൾ യെസ്, നമുക്ക് കാസ്ട്രോന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അവർ വരട്ടെ. ഗൈസ്, മണി 9:30. എന്തായാലും 8:30 എത്താൻ പറഞ്ഞവൻ ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരുന്നു. അപ്പം ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ എത്തുണ്ടാവും. നോക്കാം. ഗൈസ്, ഫൈനലി എന്നെ പോസ്റ്റാക്കിയിട്ട് വരുന്നുണ്ട്. പോസ്റ്റേ ആക്കിയിട്ടില്ല. വേറെ സൈഡാക്ക്. റിയോല്ലേ? അവൻ മീറ്റപ്പിനില്ലേ? എന്തേ? അത് ശരി. ഹേ ഗൈസ്, അപ്പൊ നമ്മള് ഫൈനലി നമ്മൾ റിസോർട്ട് എത്താറായി. ഇപ്പൊ സത്യം പറഞ്ഞ സമയം 6 മണിയായി വൈകുന്നേരം. നമ്മള് ഒരു 9 മണി 9:30 ഇറങ്ങിയതാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മള് നോക്കിയപ്പോ ഒറ്റമാരും നമ്മുടെ റിസോർട്ടിന് അങ്ങോട്ട് എത്തിയിട്ടില്ല. അപ്പൊ നമ്മള് തൃശ്ശൂർ കുറച്ചു നേരം കറങ്ങി, കുറെ നേരമൊക്കെ കറങ്ങി. ഇപ്പൊ അവന്മാരെ അവിടെ എത്തി റിസോർട്ടില്. അപ്പോ നമ്മള് ഇപ്പോ എത്താറായി. ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. അപ്പോ ഇപ്പൊ നിങ്ങൾ കാണുമ്പോ വണ്ടി മാറിയിട്ടുണ്ടാവും, കാരണം കാസ്ട്രോ മുമ്പിൽ പോയി. എന്നാ കാസ്ട്രോയുടെ വണ്ടിയിൽ വേറെ ഒരുത്തരും കൂടി ഉണ്ട്. നമുക്ക് അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഇപ്പൊ നമ്മുടെ ബാക്കിലുള്ള വാസ്കോ, പിന്നെ മൊയില് കുറെ നേരം പോസ്റ്റ് ആവും എന്ന് പറഞ്ഞോണ്ട് മൊയില് ഞങ്ങളൊക്കെ തന്നെ വന്നു. ഇപ്പൊ തൃശ്ശൂർ കറങ്ങുമ്പോൾ മൊയിലുണ്ടായിരുന്നു. അപ്പോൾ മൊയില് നമ്മളൊപ്പം തന്നെ ജോയിൻ ആയി. അപ്പൊ നമ്മളും കാസ്ട്രോ മുമ്പിൽ പോകുന്നുണ്ട്, പറപ്പിച്ച് വിടുന്നുണ്ട്. ഒരാളത് പറപ്പിച്ച് പോകുന്നുണ്ട്. എൻഎച്ച് കിട്ടിയതിനെ പിന്നെ അറിയാമല്ലോ, നമുക്ക് സുഖമാണ്. നമ്മൾ പറപ്പിച്ച് പോകുന്നുണ്ട്. ഇനി കുറച്ചും കൂടി ഉള്ളൂ, കുറച്ച് ദൂരം കൂടി ഉള്ളൂ റിസോർട്ടേക്ക്. അപ്പോൾ നമുക്ക് നേരെ റിസോർട്ട് എത്തിയിട്ട് കാണാം. ഗൈസ്, അപ്പോൾ നമ്മളെ സ്ഥലത്തെത്തി, പാർക്കിംഗ് എത്തി. കുറച്ച് അപ്പുറത്താണ് ഒന്ന് ബോട്ടിലല്ല, ഒരു സംഭവം അക്കരെ കിടക്കണം. അപ്പോൾ കാർ ഇവിടെ നിർത്താൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളൊരാള് സ്പയ്യേ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് കിട്ടിയ ഒരാളാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തൃശ്ശൂരിൽ നിന്ന് കിട്ടിയതാണ്. അതെ, നമ്മുടെ സത്യമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റത്തെ ആലപ്പുഴ മീറ്റപ്പില് നമ്മൾ സ്പൈനെ വിളിച്ച് സ്പൈന് വരാൻ പറ്റിയില്ല. പക്ഷെ ഇത് അൺഎക്സ്പെക്റ്റഡ് ആയി. ചെക്കൻ ഫുൾ വേറെ ചെക്കൻ ഫുൾ പബ്ജി, കോമ്പി അങ്ങനെയൊക്കെയാണ്. അതെ, ഇവിടെ വരുന്ന ചോദിച്ചു. ആദ്യത്തെ ഒറ്റ ചോദ്യം, റേഞ്ച് ഉണ്ടോ അവിടെ? ഉണ്ടെന്ന് പറഞ്ഞപ്പോ അന്നാ പോവാം. അപ്പൊ അത്രേ ഉള്ളൂ. സ്പയ്യേ, അൺഎക്സ്പെക്ടഡ് ട്രിപ്പിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? വേർഡുകളില്ലാന്ന് സത്യം പറഞ്ഞാൽ സ്പൈന് മാച്ച് ആയിട്ടുള്ള ഒരു നമ്മുടെ അവിടെ ഉണ്ട്, ജെയിംസ് ബോണ്ട്. ആൻഡ് അവരൊക്കെ എത്തി പൂളിലൊക്കെ ചാടി. കഴിഞ്ഞ വട്ടം മീറ്റപ്പിന് ഫസ്റ്റ് നമ്മൾ എത്തിച്ചാൽ ഇപ്രാവശ്യത്തെ മീറ്റപ്പിന് നമ്മൾ ലാസ്റ്റ് എത്തി. അതെ, നമ്മൾ എത്തണ്ട, നമ്മൾ തൃശ്ശൂർ എത്തിയതാണ്. പിന്നെ അവരില്ലാത്തോടെ നമ്മൾ കറങ്ങാൻ പോയത്. അത്രേ ഉള്ളൂ. ഇനിയിപ്പോ അതെ, സത്യമാണ്. ഇനിയിപ്പോ അക്കരെ കിടക്കാൻ ആളില്ലെങ്കിൽ നീന്താൻ പറ്റില്ല, ചളിയത് ചേറാത് പ്രശ്നമാണ്. യെസ്, അങ്ങനെ നമ്മളെ കൊണ്ടുപോകാനുള്ള വണ്ടി വരുന്നുണ്ട്. പറഞ്ഞ ഇതൊക്കെ ഞാൻ മറ്റേ ഇതിലൊക്കെ കണ്ടിട്ടുള്ളൂ, സിനിമയിലൊക്കെ അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൂ. ഇങ്ങനെ കയറൊക്കെ പിടിച്ച് പോണത്. ഇതിൽ കയറിയിട്ട് ഇത് സംഭവം തൃശ്ശൂരാണെങ്കിലും ഒരു ആലപ്പുഴ ടച്ച് ശരിക്കും ഉണ്ട്. അക്കരെ എത്തിക്കട സംഭവം.
ഇനി അവന്മാരൊക്കെ പൂളിലുണ്ട്. ഇനി പോകാം. ചെറിയ ഇതാണ് സംഭവം. പ്രോപ്പർട്ടി പിള്ളേരെല്ലാരും അവിടെ ഉണ്ട്. അവിടെ ആംസ്പ്രോ ഇങ്ങനെ ആംസ്പ്രോ ആകെ സ്ഥലപതി, പിന്നെ അൾട്രോൺ, ജെറ്റ്, പ്രൊഫസർ, നമ്മുടെ കൂട്ടത്തിലെ മാഷ്. ഞങ്ങൾ നേരെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഇനിയിപ്പോൾ നേരെ പൂളിച്ചാടാം. അമ്മമാര് ഫുൾ ചില്ലിങ് തുടങ്ങി. നേരെ റൂമിൽ പോയി ഡ്രസ്സ് മാറ്റാം. യെസ്, അങ്ങനെ പൂളിച്ചാടാനുള്ള കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് ഫുൾ സെറ്റ്. നമുക്ക് നേരെ പോയി പൂളിച്ചാടാം. ഇവിടെ മരണക്കളിയാണ്, വിഷയം കളിയാണ്. ഇവിടെ പാട്ടാണ്. ഇവിടെ കുറേ നേരം വെച്ചാൽ സ്കൂളത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ഈ ഫുഡൊക്കെ കഴിക്കണം. ഫുഡ് വാങ്ങാൻ പോയിട്ടുണ്ട്. ഇവിടെ പിള്ളേരൊക്കെ ചില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് പോവാം. ജെയിംസ് ബോണ്ട് മാലാഗൊക്കെ മുടി വെട്ടിയിട്ട് ഇക്രുമോൻ, സാത്താൻ, ജെറ്റ്. ഓ, ഭയങ്കര സൈലന്റ് ആണ് വന്നപ്പോ മുതല്. എന്താണ് ജെറ്റ് ഇങ്ങനെ സൈലന്റ്? അതെല്ലേ? ഓ, ഭയങ്കര ഇൻട്രോവേർട്ടാണ്. പിന്നെ നമ്മുടെ സ്വന്തം പ്രൊഫസർ വർക്കിച്ചൻ മൊയ്തീൻ. എന്താണ്ട് നാണം, അവനൊക്കെ നാണം. പിന്നെ കുറേമാര് വീണ്ടും റൂമിൽ കയറി. രാജി, എന്താണ് പറയാനുള്ളത്? സന്തോഷല്ലേ? അത്രേ ഉള്ളൂ. എല്ലാവരും ചില്ലിങ്ങാണ് ഗൈസ്. എല്ലാം കഴിഞ്ഞ് ചുമ്മാ ഇരിക്കണം. അവിടെ കുറച്ച് പേര് ബാഡ്മിൻ്റൺ കളിക്കണു. ഷട്ടിൽ നെറ്റ് ഇവിടെ ആണെങ്കിലും അവിടെ കളിക്കാം. ഓ, പ്ലെയർ ജയിച്ചാ? തോറ്റു തുഞ്ഞമ്പാടി വന്നിരിക്കുന്നു. അടുത്ത് മൊയിലിന്റെ ടീം ആണ്.
റെഡ് ലൈറ്റ് കളിയാണ്, ഇന്റർനാഷണൽ കളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഡേ, അതായത് നമ്മൾ തിരിച്ച് പോണ ദിവസം. അപ്പോൾ രാവിലെ ആക്ച്വലി തിരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിസോർട്ടിൽ നിന്ന് ശരിക്കും ഫുള്ള് കാണിച്ചു പറ്റില്ല. അപ്പം ഇന്നലെ രാവിലെ മൊത്തം കാണിച്ചു തരാം. അതിൻ്റെ ഇടയിൽ കുറച്ച് പേര് കിടന്നുറങ്ങുകയാണ്, കുറച്ച് പേര് നീച്ച് തിരിച്ചൊരു പുറത്ത് പോയി. ഇപ്പോൾ കുറച്ച് പേര് അതാ പുറത്തൊക്കെ പോകാൻ നിൽക്കണു. ആൻഡ് റിസോർട്ട് ആക്ച്വലി നൈസൊരു സ്ഥലമാണ്. ഇതേനി കായലിൻ്റെ ഒരു ഭാഗം ഒഴുകി വരുന്നുണ്ട്, അതേനി പോകുന്നുണ്ട്. ഫുൾ ഒരു 360 അടിച്ചിട്ട് എവിടെ ഒരു കൊമ്പൻ നിൽക്കണ വിഷയമാണ്. നല്ല ആംബിയൻസ് എന്ന് പറഞ്ഞാൽ സെറ്റ് ആംബിയൻസ് ആണ് ആക്ച്വലി. ഇന്നലെ താഴത്തായിരുന്നു നമ്മൾ കിടന്നുറങ്ങിയത്. അതിൻ്റെ ഉള്ളിൽ ആരൊക്കെ കിടന്നുറങ്ങണം, മേലെ റൂം ഫുൾ. ഈ സത്യം പറഞ്ഞാൽ ഈ പ്രോപ്പർട്ടി ഫുൾ നമ്മളെ ഉള്ളൂ. രാവിലെ തന്നെ നീച്ചിട്ട് ചുറ്റും പ്രൊഫസറൊക്കെ രാവിലെ തന്നെ നീച്ചിട്ട് രാവിലെ തന്നെ നീച്ചിട്ട് എങ്ങനെയുണ്ട് ഇന്നലെ? നല്ല രസമുണ്ടായിരുന്നില്ലേ? കാണുമ്പോ എന്തൊരു മാന്യൻ. വർക്കിച്ചനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ അടിച്ചു പൊളിച്ചു വിഷയമായിരുന്നു. അപ്പോൾ കയാക്കിങ് രാവിലത്തെ ഒരു ആക്ടിവിറ്റി ആയിട്ട് കയാക്കിങ്ങിന് വന്നിട്ടുണ്ട്. ദാഞ്ചിയും മൊയിലും പോയിട്ടുണ്ട്. ക്യൂലാണ്, നമുക്കും പോവാം. സോളോ അടിക്കണം. സിംഗിൾ എടുക്കാൻ പോകുന്ന നമ്മുടെ കൊച്ചുകുഞ്ഞ്. ഇതാ ലൈഫ് ജാക്കറ്റ് ഇട്ട് തുഴയാൻ പോകുന്ന കൊച്ചുകുഞ്ഞിനെ നമുക്ക് കാണാം. സാഗു വ്ളോഗ്സ്. അപ്പോ ഇനി വ്ളോഗ് ഇടാനായിട്ട് സാഗു വ്ളോഗ്സ് കാണുമെന്ന് അറിയുന്നത്. മണപ്പുറത്തുനിന്നെങ്കിൽ ഞങ്ങൾ വാരിയിരിക്കും. പോയിട്ട് വരാൻ. ഓഹോയ് ലെഫ്റ്റ് മാത്രം തൊഴാ. ലെഫ്റ്റ് മാത്രം തൊഴഞ്ഞോ. പോട്ടെ. ഞാൻ ബാക്കിലുണ്ടാ. കണ്ട് സപ്പോർട്ട് ഓൺലി. പക്ഷെ ഫ്രണ്ടിലിരുന്ന തുഴയുന്നത് ഒരു സുഖം ഉണ്ടാവില്ല. ഒരു കുഴപ്പമില്ല. അങ്ങനെ രണ്ടെണ്ണം കരയിലെത്തിയിരിക്കുകയാണ്. സേഫ്റ്റി ആൻഡ് സെക്യൂർ. സാഗു വ്ളോഗ്സ് അങ്ങോട്ടേ പോണ്. ആള് വഴിതെറ്റിപ്പോയി. ആള് വഴിതെറ്റി പോണ്. തിരിച്ചു വാ മകനെ, മടങ്ങി വരൂ. ബിയോണ്ട് ഗ്രൗണ്ട് ഇല്ലെങ്കിൽ ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റാണ്. സിറ്റുവേഷൻ ഇറങ്ങാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. വണ്ടിക്ക് വരാം. അല്ല സാഗു വ്ളോഗ്സ് എവിടെ? ദോ അവരവിടെ എന്തോ ചെയ്യുവാണ്. ധൈര്യം നോക്കും. ഇവന് നീന്താൻ അറിയത്തില്ല. പ്രൊഫഷണൽ നീന്തൽക്കാർ.
ബ്രേക്ക് ഇല്ലതാ. കം ഹിയർ. തൊഴ തൊഴ ഒയ്യാരെ ഹോയ് ഒയ്യാരെ ഹോയ്. രാവിലെ തന്നെ കയാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നേരെ പോവാൻ നിൽക്കണം. അപ്പം ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമുക്ക് തിരിച്ച് വീട്ടിൽ പോവാം. എല്ലാവരും കയാക്കിങ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ 12 മണിക്ക് ചെക്കൗട്ടാണ്. അപ്പോൾ എന്തായാലും ചെക്കൗട്ട് ആവാറായി. അതിൻ്റെ കുറച്ച് പേരൊക്കെ ബൂളിൽ ചാടിയിട്ടുണ്ട്. എന്തായാലും ഞങ്ങൾക്ക് എന്തായാലും നേരത്തെ പോകണം. അപ്പോൾ ഒരു 10-20 മിനിറ്റ് നേരത്തെ പോകും. 12 മണി വരെ വരും. ഒരു 11:30 ഇറങ്ങണം. അപ്പോൾ കുറച്ച് പേരൊക്കെ അവിടെ പൂളിലിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നു. ബാക്കിയുള്ളവർ കയാക്കിങ് ഒക്കെ കഴിഞ്ഞു എല്ലാം പരിപാടിയും കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇറങ്ങാറായി ഗൈസ്. നമ്മൾ നേരെ ഒരു ഡ്രസ്സൊക്കെ മാറട്ടെ എന്നിട്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ്. നമ്മൾ ഇറങ്ങായി. നാസിക്ക നമ്മുടെ സ്വന്തം ജെറ്റ്. അപ്പോൾ നമ്മളെല്ലാവരും അവിടെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പോവാണ്. ഇതാനേ ഗൈസ്, നമ്മൾ മീറ്റപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വണ്ടി ട്രിപ്പ് ഞാൻ പറഞ്ഞ പോലെ. അപ്പോൾ യെസ്, നമ്മളങ്ങനെ വീണ്ടും വിട പറയുകയാണ്. തിരിച്ച് എല്ലാവരുടെ വീട്ടിലേക്ക് പോകുന്നു. മൊയൽ നേരെ ഒറ്റപ്പാലം, തൃശ്ശൂര്, അങ്ങനെയൊക്കെ എല്ലാവരും പോവാണ്. കേരളത്തിലെ എല്ലാ ഭാഗത്തേക്കും ആൾക്കാരിങ്ങനെ ഉണ്ട്.